Hey all, welcome back to my channel. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു അറബിക് ഡെസേർട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഉമ്മുali. ഉമ്മുali ഞാൻ ചെയ്യുന്നത് നമ്മുടെ കാരി ബിസ്ക്കറ്റ് വെച്ചിട്ടാണ്. ഇത് സാധാരണ ക്രോയിസൻ്റ് വെച്ചിട്ടോ അല്ലെങ്കിൽ ബ്രെഡ് വെച്ചിട്ടോ പിന്നെ പഫ് പേസ്ട്രി വെച്ചിട്ടാണ് ചെയ്യാറുള്ളത്. അത് ഓവനിലാണ് മിക്ക ആൾക്കാരും ചെയ്യുന്നത്. ഇത് ഓവൻ ഇല്ലാണ്ടും പിന്നെ ഈസി ആയിട്ടുള്ള രീതിയിലാണ് ചെയ്യുന്നത് കാരി ബിസ്ക്കറ്റ് വെച്ചിട്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ 2 ഗ്ലാസ് പാലാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു സോസ് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം സ്റ്റൗ ഒന്ന് ഓൺ ചെയ്യാം. സ്റ്റൗ ഓൺ ചെയ്തതിന് ശേഷം പാല് തിളച്ച് പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കുക. കൈയെടുക്കാതെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട്. ഇനി ഇതിലേക്കൊരു 4 ടീസ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുക. പാൽപ്പൊടി ചേർക്കുമ്പോൾ ഈ ഒരു ഡെസേർട്ടിന് നല്ല ടേസ്റ്റ് കിട്ടുകയും ചെയ്യും, പിന്നെ കുറച്ച് തിക്നെസ് കിട്ടുകയും. നെക്സ്റ്റ് നമ്മൾ ഇതിലേക്ക് ചേർക്കേണ്ടത് പഞ്ചസാരയാണ്. പഞ്ചസാര ഒരു 5 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. പഞ്ചസാരയും പാൽപ്പൊടി ചേർത്തതിന് ശേഷം തീ നല്ലോണം കുറച്ചിട്ട് വേണം നമ്മളിത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഒരു 1/2 ടീസ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ട് ഒരു ബൗളിൽ ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർക്കാം. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. പേസ്റ്റ് പോലെ മിക്സ് ചെയ്തെടുക്കുക. ഒരു തരി ഉണ്ടാകാൻ പാടില്ല, നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയിട്ടുണ്ട്. ഈ പാല് നല്ലോണം തിളപ്പിച്ചിട്ട് 2 കപ്പ് പാലുള്ളത് നമ്മൾ 1.25 കപ്പ് പാല് ആവുന്നത് വരെ നല്ലോണം തിളപ്പിച്ചെടുക്കണം. അതിനുശേഷമാണ് നമ്മൾ ഇതിലേക്ക് കോൺഫ്ലവർ ഒഴിക്കേണ്ടത്. ഇപ്പോൾ കോൺഫ്ലവർ ഒഴിച്ചു കൊടുക്കുക. കോൺഫ്ലവർ ഒഴിച്ചതിന് ശേഷം നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ചിലപ്പോൾ ഇത് അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. കോൺഫ്ലവർ ആയതുകൊണ്ട് പെട്ടെന്ന് ഇത് ടൈറ്റ് ആയിക്കോളും. അപ്പോൾ നല്ലോണം ഇളക്കി കൊടുക്കുക, കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്കായ് പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതാണ് കാരി ബിസ്ക്കറ്റ്. ഇത് ബേക്കറിയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. കാരി ബിസ്ക്കറ്റ് കൈ കൊണ്ട് ഒന്ന് പൊടിച്ചെടുക്കുക. മിക്സിയിലിട്ട് പൊടിക്കൊന്നും വേണ്ട, കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ തന്നെ അത് പൊടിഞ്ഞോളും. അത് നമ്മൾ ഈ ഉമ്മുali സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന പാത്രം ഏതാണോ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാൻ ഈ ഒരു ഗ്ലാസ്സിലേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 3 കാരി ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മേലേക്ക് കുറച്ച് ഷുഗർ സിറപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കുറച്ച് നല്ല സ്വീറ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഷുഗർ സിറപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. സാധാരണ നമ്മൾ കേക്കിനൊക്കെ ചെയ്യുന്ന പോലെ ഒരു 1/2 കപ്പ് ഷുഗർ ആണെങ്കിൽ ഒരു 1/2 കപ്പ് വെള്ളം ആ ഒരു അളവിലാണ് എടുക്കേണ്ടത്. കാരി ബിസ്ക്കറ്റ് ഗ്ലാസ്സിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ട ഈ ഉമ്മുaliൻ്റെ മിക്സ് ഉണ്ടല്ലോ, പാല് ചേർത്തിട്ടുള്ള മിക്സ്ചർ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. പിന്നെ ഞാൻ കുറച്ച് ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് പിസ്താഷ്യോൻ്റെ പൗഡർ ചേർക്കുന്നുണ്ട്. പിസ്താഷ്യോ ഒന്ന് പൊടിച്ചിട്ട് മിക്സിയിലിട്ട് പൊടിച്ചിട്ട് എടുത്തിട്ടുള്ള പൗഡറാണ്, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇത് ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷേ ഒരു ഭംഗിക്ക്. പിന്നെ ഇതിൻ്റെ മേലെ കുറച്ച് ഡ്രൈ റോസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ വാങ്ങിക്കാൻ കിട്ടും, പല കളറിലുള്ള ഡ്രൈ റോസ് വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് മേലെ ഇട്ട് കൊടുക്കുക, ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. പിന്നെ ഇത് കഴിക്കുമ്പോഴും ആ റോസിൻ്റെ ഫ്ലേവർ വരുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതാണ് ഈസി ആയിട്ടുള്ള ഒരു ഡെസേർട്ടാണ്. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുക. യൂട്യൂബിൽ ഇതുവരെ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയിട്ടുള്ള റെസിപ്പി ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.